ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അനുഗ്രഹ കിരണം ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, യേശു മനുഷ്യ മക്കളുടെ പാപവിമോചകനാണ്. പാപക്ഷമ നൽകിക്കൊണ്ട് ദൈവപിതാവിൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പാപവിമോചകനാണ് യേശു കർത്താവ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രകാശിത രൂപമാണ് യേശു കർത്താവ്. ആകയാൽ യേശുവിൻ്റെ നാമത്തെ ആരൊക്കെ വിളിക്കുന്നുണ്ടോ, യേശു നാമത്തിൽ ആരൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, അവരുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കും. വചനത്തിൽ നാം വായിക്കുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഇതുവരെയും ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറന്നു കിട്ടും. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒന്ന് വിളിച്ചു നോക്കുക എന്ന്, യേശുവിൻ്റെ നാമം ഒന്ന് വിളിച്ചു നോക്കുക എന്ന്. നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏത് പ്രത്യയ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും നമ്മൾ വിളിക്കുന്നത് എന്താ? പ്ലാറ്റോ, സോക്രട്ടീസ്, കാറൽ മാർക്സ്, ലെനിൻ, അങ്ങനെ നമ്മൾ വിളിക്കാറില്ല. ദൈവമേ, ഈശ്വര, അമ്മേ, ഇങ്ങനെയാണ് നാം വിളിക്കുന്നത്. നമ്മുടെ പ്രതിസന്ധിയുടെ സമയങ്ങളിൽ, ജീവിത ദുഃഖങ്ങളുടെ നടുവിൽ യേശുവേ എന്ന് വിളിക്കുന്ന അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ലിസ്ത്രായിൽ വിശുദ്ധനായ പൗലോസ്ലീഹ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ മുടന്തനായ ഒരു മനുഷ്യൻ ഇരിക്കുന്നത് പൗലോസ്ലീഹ കാണുകയാണ്. വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനിൽ വിശ്വാസം വർദ്ധിക്കുന്നത് കാണുകയാണ്. അപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു, ഹേ മുടന്തനായ മനുഷ്യ, നീ എഴുന്നേറ്റ് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടന്നു വരിക. അവന്റെ വിശ്വാസം വർദ്ധിക്കുന്നത് കണ്ട്, വിശ്വാസം വളരുന്നത് കണ്ടിട്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്. പൗലോസിന്റെ വാക്ക് കേട്ട മാത്രയിൽ, യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടന്നു വരിക എന്ന് പറഞ്ഞ മാത്രയിൽ ആ മനുഷ്യൻ എഴുന്നേറ്റ് നടന്ന് പൗലോസ്ലീഹയുടെ സവിധത്തിലേക്ക് കടന്നു വരികയാണ്. കണ്ടുനിരുന്ന ദൈവജനം വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ ദൂതന്മാർ മനുഷ്യ രൂപമെടുത്ത് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇതാ ദൈവത്തിന്റെ ദൂതന്മാർ മനുഷ്യ രൂപമെടുത്ത് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ അസ്വസ്ഥതയുടെ മേഖലകളിൽ അഭയം അരുളുന്ന നാമമാണ് യേശുനാമം. ഏത് പ്രതിസന്ധികളും ആയിക്കൊള്ളട്ടെ, ആ സമയങ്ങളിൽ അഭയം അരുളുന്ന ശക്തിയുള്ള അത്ഭുത നാമമാണ് യേശുവിൻ്റെ നാമം. ഒരിക്കൽ ഒരു അമ്മച്ചി എന്നെ കാണുവാനായിട്ട് ജെറൂസലം ധ്യാന മന്ദിരത്തിൽ വരികയുണ്ടായി. ഒത്തിരിയേറെ പ്രതിസന്ധികളുമായിട്ടാണ് കടന്നു വന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഒരു ക്രൂശിത രൂപമുണ്ട്. ഈ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഭാര്യയ്ക്ക് ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, മക്കൾക്ക് ജോലിയില്ല, താഴെയുള്ള മകളാണെങ്കിൽ നടക്കുവാൻ സാധിക്കുകയില്ല, പേരക്കുട്ടികളാണെങ്കിൽ ഒരു സ്നേഹവുമില്ലാത്ത അവസ്ഥ, 100 പ്രതിസന്ധികളുമായിട്ടാണ് ഈ അമ്മച്ചി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞു, 10 മിനിറ്റ് സമയം മറ്റു ചിന്തകളിൽ നിന്ന് വേർതിരിഞ്ഞുകൊണ്ട് യേശുവേ 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 എന്ന് വിളിക്കാനായിട്ട്.
ഈ അമ്മച്ചിയെ കാണുവാൻ വന്നിരിക്കുന്ന ആ മുറിയിലുള്ള ഒരു കസേര ഇട്ട് കൊടുത്തു. കുറച്ചു നേരം അലക്ഷ്യമായിട്ട് യേശുവേ യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങി. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചിയോട് മുട്ടുകുത്തുവാൻ തുടങ്ങി. മുട്ടുകുത്തിക്കൊണ്ട് വിളിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, വാവിട്ട് കരയുക മാത്രമല്ല, 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവേ യേശുവേ എന്ന് വിളിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എനിക്ക് ബോധ്യമായി യേശു അവളെ സ്പർശിക്കുകയാണെന്ന്, യേശു അവളെ തൊട്ട് ആശ്വസിപ്പിക്കുകയാണെന്ന്. കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് അല്പം ആശ്വാസമുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, അസ്വസ്ഥയുടെ മേഖലകളിൽ അഭയം അരുളുന്ന ശക്തിയുള്ള നാമമാണ് യേശുനാമം. പരീക്ഷ എഴുതുന്ന കുട്ടികൾ, ജോലി ചെയ്യാൻ പോകുന്ന തൊഴിലാളികൾ, പാടത്ത് പണിയെടുക്കുന്ന ജോലിക്കാർ, ജീവിതത്തിൻ്റെ അസ്വസ്ഥത നിറഞ്ഞ നിമിഷങ്ങളിൽ യേശുനാമം വിളിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ ജീവിതത്തിൽ പുതിയ ഉന്മേഷവും പുതിയ ശക്തിയും കടന്നു വരും എന്നുള്ളതിന് സംശയമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുള്ള, എൻ്റെ കരങ്ങൾ കൊണ്ട് സ്പർശിച്ചിട്ടുള്ള, അനേക മക്കൾക്ക് ആശ്വാസം കിട്ടിയിട്ടുള്ള യേശുനാമത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അധ്വാനത്തിൻ്റെ നിമിഷങ്ങളിൽ ആശാ കേന്ദ്രമാണ് യേശുനാമം. ഒരിക്കൽ ഫർണിച്ചർ പണിക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ കടന്നു വരികയുണ്ടായി. അദ്ദേഹം പറയുന്നു, എനിക്ക് അലർജി രോഗമാണ്. ഈ പോളിഷ് ചെയ്യുമ്പോൾ വീട്ടിൽ ചെന്ന് ഏതാനും സമയം കഴിയുമ്പോഴേക്കും അലർജി രോഗത്തിന് അടിമയാണ്. എപ്പോഴും തുമ്മലും അതുപോലെ ചുമയുമാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഞാൻ അല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം ആ മകനോട് പറഞ്ഞു, നീ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുനാമം ഉച്ചരിക്കാൻ കഴിയുമെങ്കിൽ, നിന്റെ അന്നന്നത്തെ ജീവിതത്തിന് ആവശ്യമുള്ള പണിയല്ലേ നീ ചെയ്യുന്നത്? നിന്റെ ജീവിതത്തിൽ കണ്ണുനീര് കലർത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ ദൈവത്തിൽ വിശ്വസിച്ച് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുക. അവൻ പോയി. പ്രിയപ്പെട്ടവരെ, അവൻ കടന്നു ചെന്ന് അവൻ്റെ അധ്വാനത്തിൻ്റെ മേഖലകളിൽ ഓരോ ജോലി ചെയ്യുമ്പോഴും യേശുവേ യേശുവേ എന്ന് വിളിക്കുവാൻ തുടങ്ങി. അവൻ്റെ രോഗത്തിൽ നിന്ന് വിടുതൽ നേടി. ഒരിക്കൽ ഒരു റബ്ബർ വെട്ടുകാരൻ ഇവിടെ കടന്നു വരികയുണ്ടായി. ഭയങ്കര ക്ഷീണവും മദ്യപിക്കാനുള്ള ആസക്തിയുമാണ്. ഞാൻ അവനോട് പറഞ്ഞു, യേശുനാമം വിളിക്കാനായിട്ട്. ഓരോ റബ്ബറും വെട്ടുമ്പോഴും, ഓരോ റബ്ബറും വെട്ടി മുന്നോട്ട് നീങ്ങുമ്പോഴും യേശുനാമം പലവട്ടം വിളിച്ചുകൊണ്ട് അവൻ കടന്നു നീങ്ങുകയാണ്. ദരിദ്രനായ ആ മനുഷ്യൻ ഇന്ന് സമ്പന്നനാണ് എന്നെനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, നിന്റെ അധ്വാനത്തിന്റെ നിമിഷങ്ങളിൽ ആശ പകരുന്ന നാമമാണ് യേശുനാമം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു വന്നത്. വീണ്ടും നിന്റെ ദുർഭഗമായ നിമിഷങ്ങളിൽ അത്താണിയാണ് യേശുനാമമെന്ന്. ഒത്തിരിയേറെ പ്രതിസന്ധികളുമായിട്ടല്ലേ ഈ ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരുന്നത്? ഒത്തിരിയേറെ അസ്വസ്ഥതകളുമായിട്ടല്ലേ ഈ വചനങ്ങൾ നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്നത്? എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുമായി കടന്നു വന്ന യേശുവിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. നമുക്കൊരു നിമിഷ നേരം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ കുരുടർ കാണുന്നു, ഊമർ സംസാരിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, അംഗവൈകല്യങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു. ഈ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കുരുടന്മാർക്കും കാഴ്ചയുണ്ടാകട്ടെ, എല്ലാ ചെകിടന്മാർക്കും കേൾവിയുണ്ടാകട്ടെ, എല്ലാ അംഗവൈകല്യമുള്ളവർക്കും സൗഖ്യം പ്രാപിക്കട്ടെ. ആതുര കേന്ദ്രത്തിലും ഭവനങ്ങളിലും വിവിധങ്ങളായ സ്ഥലങ്ങളിൽ കിടന്നുകൊണ്ട് നരകയാതന അനുഭവിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലേക്കും യേശുവെ നീ കടന്നു വരണമേ. അവരുടെ ജീവിതത്തിലും ഒരു വസന്തമുണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിലും ഒരു പ്രതീക്ഷയുണ്ടാകട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും യേശു നാമത്തിൻ്റെ സാക്ഷികളും പ്രേക്ഷിതരും ശുശ്രൂഷകരുമായി രൂപാന്തരം പ്രാപിക്കട്ടെ.